നമസ്കാരം. പേജ് മേക്കറിൽ നാം ഓപ്പൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പേജ് മേക്കറിൻ്റെ ഒരു ഫയലിലേക്ക് നാം കൊണ്ടുവന്നിട്ടുള്ള ഒരു ചിത്രത്തിന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ വിവിധ എഫക്റ്റുകൾ നൽകാൻ സാധിക്കും. ഇതെങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാം. ഈ ഫയലിലേക്ക് നമുക്കൊരു ചിത്രം കൊണ്ടുവന്ന് നോക്കാം. ഫയൽ മെനുവിൽ പ്ലേസ് എന്ന് കൊടുത്ത് നാം ചിത്രം സേവ് ചെയ്തിട്ടുള്ള ഫോൾഡർ സെലക്ട് ചെയ്ത് അതിൽ നിന്നും നമുക്കാവശ്യമായ ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ എന്ന് കൊടുക്കുക. നാം സെലക്ട് ചെയ്ത ചിത്രം സൈസ് കൂടിയതുകൊണ്ടാണ്, വലിയ ചിത്രമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോളം തുറന്നു വന്നത്. നമുക്കതിൽ യെസ് എന്ന് കൊടുക്കാം. ഈ സമയത്ത് മൗസ് പോയിൻ്റ് ഈ രീതിയിൽ വരും. ഇത് പേജിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ചിത്രം നമ്മുടെ പേജിലേക്ക് വരും. പക്ഷേ വലിയ ചിത്രമായതുകൊണ്ട് അതിനെ വീണ്ടും ചെറുതാക്കി എടുക്കുന്നത് പ്രയാസകരമാവും. അതുകൊണ്ട് നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തെടുക്കാം. അപ്പോൾ നാം ഡ്രാഗ് ചെയ്ത അതേ വലുപ്പത്തിൽ ചിത്രം വരുന്നതാണ്. ഇനി ഈ ചിത്രത്തിൻ്റെ അലൈൻമെൻറ്റ്, അതായത് വലിച്ചു നീട്ടിയ ആ അവസ്ഥ മാറുന്നതിന് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സെലക്ഷൻ ഡോട്ടിൽ ഷിഫ്റ്റ് അമർത്തി പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ചിത്രത്തിന് ഈ പറഞ്ഞതുപോലെ ചിത്രം ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ Ctrl+K എന്ന് ടൈപ്പ് ചെയ്യുക. ഹൈ റെസൊല്യൂഷനിലേക്ക് മാറ്റിയതിന് ശേഷം OK എന്ന് കൊടുക്കുക. ഈ ചിത്രത്തിന് നമുക്ക് ഈ എഫക്റ്റ് വ്യത്യാസപ്പെടുന്നത് എങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് നാം ചെയ്യുന്നത് എലമെൻ്റ് മെനുവിൽ ഇമേജ് എന്ന എലമെൻ്റ് മെനുവിൽ അല്പം താഴെയായി കാണാം ഇമേജ്. ഇതിൽ ഇമേജ് എന്നതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിലേറ്റവും താഴെ ഫോട്ടോഷോപ്പ് എഫക്റ്റ് എന്ന ഒരു ഭാഗമുണ്ട്. അതിലൊന്ന് ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോളമാണ് തുറന്നു കിട്ടിയത്. ഇതിൽ പറയുന്നത് ദി ലിങ്ക് ടൈപ്പ് മസ്റ്റ് ബി TIFF. അതായത് ഈ എഫക്റ്റ് വ്യത്യാസപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ നാം കൊണ്ടുവന്നിട്ടുള്ള ചിത്രം ടിഫ് ഫോർമാറ്റിലുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ JPEG ചിത്രങ്ങൾ പേജ് മേക്കറിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തെ ടിഫ് എന്ന ഫോർമാറ്റിലേക്ക് മാറ്റണം. അത് പക്ഷേ പേജ് മേക്കറിൽ സാധ്യമല്ല. അതിന് നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യേണ്ടി വരും. പേജ് മേക്കർ വിൻഡോയിൽ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒരു ടൂൾ ബാർ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. സാധാരണ നമ്മുടെ മെനു ബാറിന് തൊട്ടു താഴെയായി ഒരു ടൂൾ ബാർ ഉണ്ട്. ഇതിൽ നമുക്ക് ഈ ഫോട്ടോഷോപ്പിൻ്റെ ചിഹ്നം കാണിക്കും. അതായത് ഫോട്ടോഷോപ്പും പേജ് മേക്കറുമെല്ലാം അഡോബിയുടേതായതുകൊണ്ട് ഫോട്ടോഷോപ്പിൻ്റെ ചിഹ്നം ഇവിടെ കാണിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ ടൂൾ ബാർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണുന്നില്ലെങ്കിൽ യൂട്ടിലിറ്റീസ് എന്ന മെനുവിൽ പ്ലഗിൻസ് എന്നതിൽ അല്പം താഴെ, ഏറ്റവും താഴെയുള്ളതിന് മുകളിലായി ഷോ ഹൈഡ് ടൂൾ ബാർ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ആ ടൂൾ ബാർ ഇല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനും ഉള്ളത് അപ്രത്യക്ഷമാക്കാനും അത് സാധിക്കും. യൂട്ടിലിറ്റീസ് മെനുവിൽ പ്ലഗിൻസ് എന്നതിൽ പ്ലഗിൻസിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും താഴെ ഉള്ളതിന് മുകളിൽ ഷോ ഹൈഡ് ടൂൾ ബാർ, ഇങ്ങനെ ഒരു ടൂൾ ബാർ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഈ ടൂൾ ബാറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ന്യൂ ഫയൽ, അതുപോലെ ഓപ്പൺ, സേവ്, പ്രിൻ്റ്, ഇങ്ങനെ ഇതിൽ ഓരോതിൻ്റെ നേരം കൈസർ നീക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്, ടാബ്, അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ആ ഭാഗത്തേക്ക് പോകുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് ആവശ്യം ഫോട്ടോഷോപ്പാണ്. ഫോട്ടോഷോപ്പിന് ഇവിടെ ഇതിൻ്റെ ഐക്കൺ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പണായി വരും. ഈ ഫോട്ടോഷോപ്പിലേക്ക് നമുക്കിനി ആ ചിത്രത്തെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫയൽ മെനുവിൽ ഓപ്പൺ കൊടുത്തു. ഡെസ്ക്ടോപ്പിലാണ് ആ ഫോൾഡർ ഉള്ളത്. ഡെസ്ക്ടോപ്പിൽ ന്യൂ ഫോൾഡർ 3-ൽ ഈ ചിത്രമാണ് നാം അവിടെ ഓപ്പൺ ചെയ്തിരുന്നത്. അതിനെ നമുക്ക് ഫോട്ടോഷോപ്പിലൊന്ന് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം അതിന് സേവ് ആസ് ചെയ്യുക. അതായത് Shift+Ctrl+S, പേജ് മേക്കറിൽ അതേ ഷോർട്ട് കട്ട് കീ തന്നെയാണ്. സേവ് ആസ്, ഫയൽ മെനുവിൽ സേവ് ആസ് എന്ന് കൊടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോളം തുറന്നു വരും. നമുക്കിതിൽ തന്നെ ഇതിന് ഒരു പേര് കൊടുത്ത്
ഇതിൻ്റെ ഫോർമാറ്റ് മാറ്റി സേവ് ചെയ്യാം. നമുക്ക് തൂലിക എന്ന് പേര് കൊടുത്ത് ഇതിൻ്റെ ഫോർമാറ്റ് അതിന് തൊട്ട് താഴെയുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ ടിഫ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം സേവ് എന്ന് കൊടുക്കുക. ഇതിൽ ഓക്കെ കൊടുത്ത് നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ആ ചിത്രത്തെ വീണ്ടും ഈ പേജ് മേക്കറിൻ്റെ ഫയലിലേക്ക് കൊണ്ടുവരാം. ഫയൽ മെനുവിൽ പ്ലേസ് കൊടുത്തു. അതേ ഫോൾഡർ തന്നെയാണ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് നാം നേരത്തെ ഓപ്പൺ ചെയ്ത ഫയലാണ്. ഇനി അതിൻ്റെ ടിഫ് ഫയൽ ഇതിലുണ്ടാവും. നാം തൂലിക എന്നാണ് പേര് കൊടുത്തത്. ഏറ്റവും താഴെ തൂലിക എന്ന പേരിൽ നമുക്ക് ആ ചിത്രം കാണാം. അതിനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ എന്ന് കൊടുത്തു. നേരത്തെ ചെയ്തതുപോലെ എസ് കൊടുത്തു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. ഷിഫ്റ്റ് അമർത്തി പിടിച്ച് അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാക്കി. ഇനി നമുക്ക് എലമെൻറ്റ് മെനുവിൽ ഇമേജ് എന്നതിന് നേരെ മൂന്നാമത്തെ ഓപ്ഷൻ ഫോട്ടോഷോപ്പ് എഫക്റ്റ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോളമാണ് തുറന്നു കിട്ടിയത്. ഇതിനെ ഒരു പുതിയ ഫയലായിട്ട് സേവ് ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ നാം എഫക്റ്റ് മാറ്റുന്നതോടുകൂടി നാം ഏത് ഫോൾഡറിൽ നിന്നാണോ ഈ ചിത്രം കൊണ്ടുവന്നിട്ടുള്ളത് അതേ ഫോൾഡറിൽ നാം മാറ്റിയ എഫക്റ്റോട് കൂടി ഒരു പുതിയ ഫയൽ ഒരു പുതിയ ചിത്രം സേവ് ആവപ്പെടും. നമുക്ക് അതിന് തൊട്ട് താഴെയാണ് എഫക്റ്റിൻ്റെ കോളമുള്ളത്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇത്രയും എഫക്റ്റുകൾ നമുക്ക് ഇതിൽ ലഭ്യമാണ്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായ എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഓരോന്നും സെലക്ട് ചെയ്ത് നിങ്ങൾ നോക്കുക. എല്ലാം ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ കൊടുക്കുക. ആ സമയത്ത് ഇങ്ങനെ ഒരു കോളം തുറന്നു വരും. ഇതിൻ്റെ സൈസ് കൂട്ടുന്നതിനും കുറക്കുന്നതിനുമുള്ള ഭാഗമുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽ, അതുപോലെ സ്മൂത്ത്നെസ്, അങ്ങനെ വ്യത്യാസപ്പെടുന്നതിനുള്ള ലൈറ്റ് ഡയറക്ഷൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമെങ്കിൽ മാറ്റി കൊടുക്കാം. ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. അതോടുകൂടി ഈ ചിത്രം ഈ ഒരു രീതിയിലേക്ക് മാറി. ഇനി ഓരോന്നോരോന്ന് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിൽ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. നാം പേജിലേക്ക് കൊണ്ടുവന്ന ചിത്രം സെലക്ട് ചെയ്യുക. എലമെൻറ്റ് മെനുവിൽ ഇമേജ് എന്നതിൽ ഫോട്ടോഷോപ്പ് എഫക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു കോളം തുറന്നു വരും. നമുക്ക് ആവശ്യമായ എഫക്റ്റ് നമുക്ക് ഈ താഴെയുള്ള കോളത്തിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലഭിക്കും. ഓരോന്ന് എടുത്തു നോക്കുക. അതിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് ചെയ്തു നോക്കി മനസ്സിലാക്കുക. ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഈ ഭാഗത്ത് ആവശ്യമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഈ രീതിയിൽ അത് വ്യത്യാസപ്പെട്ട് വരുന്നതാണ്. ഇങ്ങനെ ചിത്രങ്ങളുടെ എഫക്റ്റ് വ്യത്യാസപ്പെടുന്നതിനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.